പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് ഇപ്പോൾ ഈ 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി ഹരികുമാറിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി തെളിവെടുപ്പിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതി ഹരികുമാറിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് തെളിവെടുപ്പിന് വേണ്ടിയിട്ട്. അല്പസമയം മുൻപ് റൂറൽ SP കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഹരികുമാർ കൃത്യമായി തന്നെ സഹകരിക്കുന്നില്ല, പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും മാറ്റി പറയുകയാണ്. അമ്മ ഇപ്പോഴും സംശയത്തിന്റെ മുനയിൽ തന്നെയാണ്. ആ കേന്ദ്രീകരിച്ച് അന്വേഷണം പോകുന്നുണ്ട്. ഒരു ജോത്സ്യനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ള കാരണം, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഹരികുമാറിനെ തെളിവെടുപ്പിന് എത്തിച്ചിരിക്കുകയാണ്. റൂറൽ SP കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്ന് പോലീസ് കൃത്യമായിട്ടുള്ളൊരു വിവരം ഇന്ന് നൽകുമെന്നാണ് മനസ്സിലായിരുന്നത്. കാരണം പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്, അന്ധവിശ്വാസങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്, ജോത്സ്യനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ അമ്മയ്ക്ക് കൃത്യമായിട്ടുള്ള പങ്ക് എന്താണ് എന്നതിനെക്കുറിച്ച് അമ്മ ഇപ്പോഴും ആ അന്വേഷണത്തിന്റെ പരിധിയിൽ തന്നെയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നിലേക്ക് പോകുന്നത്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. ഹരി, എന്താണ് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായി പോലീസ് മുന്നിലേക്ക് പറഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ പോലീസിന് അന്വേഷിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തിയിരിക്കുന്നു. വിവരങ്ങൾ പറയൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ കുറ്റകൃത്യത്തിലേക്ക് ഹരികുമാറിനെ നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പോലീസ് പറയുന്നുമില്ല മാധ്യമങ്ങളോട്. പക്ഷെ ഹരികുമാറാണ് ഈ കൊലപാതകം ചെയ്തു എന്ന കാര്യത്തിൽ പോലീസ് സമ്മതിക്കുന്നുണ്ട്. അത് ഹരികുമാറും ആ കുറ്റം സമ്മതിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ റൂറൽ SP മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് തന്നെ ഹരികുമാർ മാനസിക പ്രശ്നമുള്ള ആളാണ്, 6-7 വർഷം കൊണ്ട് മാനസിക പ്രശ്നമുള്ള ആളാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നത് ഹരികുമാർ തന്നെ ഈ കൊലപാതകം ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. അതായത് ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലീസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ പിന്നെ മാറ്റി പറയുന്നു. അതായത് ഇപ്പൊ പറയുന്ന കാര്യങ്ങളല്ല കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ മൊഴികളും പോലീസ് കൃത്യമായി വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല ഈ കുറ്റകൃത്യത്തിലേക്ക് നയിക്കാൻ കാരണം ഇപ്പോൾ നിലവിലിപ്പോൾ ഹരികുമാറാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ജോത്സ്യൻ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ. തീർച്ചയായും ഹരി, അങ്ങനെ തന്നെയാണ്. കാരണം പോലീസ് പോലും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സാക്ഷികളെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഹരികുമാർ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എന്തിനു വേണ്ടി, മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ, അമ്മയ്ക്ക് ഇതിലുള്ള പങ്ക് എന്നാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇപ്പോൾ പ്രതിയെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തു.